തുഞ്ചൻ പറമ്പ് എഴുത്തച്ഛൻ സ്മാരകം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്റർ മാറി മലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നു. മലയാള ഭാഷയുടെ പിതാവും എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം അവിടെയാണ് തുഞ്ചൻ സ്മാരകം. 1964 ജാനുവരി 15-ന് തുഞ്ചൻ സ്മാരകം കെ.പി. കേശവമേനോൻ്റെ നേതൃത്വത്തിൽ തുടങ്ങി. തുഞ്ചൻ ദിനം ഡിസംബർ 31-ന് എല്ലാ വർഷവും ആഘോഷിക്കുന്നു. 2012-ൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയും വന്നു. മലയാളം ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. അദ്ദേഹത്തെ മറക്കാൻ കഴിയുമോ മലയാളികൾക്ക്? 16ാമത്തെ സെഞ്ച്വറിയിൽ ജനിച്ച വ്യക്തിയാണ് നമ്മുടെ എഴുത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ മെയിൻ കൃതിയാണ് രാമായണം, കിളിപ്പാട്ടും മഹാഭാരതവും. തർജ്ജമ. ദേശാടനം കഴിഞ്ഞ് അദ്ദേഹം ചിറ്റൂരാണ് താമസമാക്കിയത്. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് ദേശാടനത്തിന് പോയി സംസ്കൃതത്തിലൊക്കെ നല്ല ഭാഷാപഠനം കിട്ടി ചിറ്റൂർ വന്ന് താമസമാക്കി. ഇദ്ദേഹം താഴ്ന്ന ജാതിക്കാരനാണെന്ന് പറയപ്പെടുന്നു. എന്തായാലും മലയാളികളുടെ ഭാഗ്യം തുഞ്ചത്തെഴുത്തച്ഛൻ കേരളത്തിൽ ജനിച്ചത്. നമുക്ക് മലയാള ഭാഷ, അതെ, അക്ഷരങ്ങൾ പോലും അദ്ദേഹത്തിൽ നിന്നാണ് കിട്ടിയത്. ഈ തുഞ്ചത്ത് സ്മാരകത്തിൽ അദ്ദേഹത്തിൻ്റെ എഴുത്താണിയും എഴുത്തോലയും ഉണ്ട്. അവിടെ ഒരു കായ്ക്കാത്ത കാഞ്ഞിര മരവും ഉണ്ട്. തുഞ്ചൻ സ്മാരക മണ്ഡപം നല്ല ഭംഗിയുള്ള മണ്ഡപം. പക്ഷേ അവിടെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ ഇല്ല എന്ന് മാത്രം. സരസ്വതി മണ്ഡപമോ അതും നല്ല ഭംഗിയാണ്. സാഹിത്യ മ്യൂസിയം കേരള സ്റ്റൈലിൽ തന്നെ പണിതിട്ടുള്ളതാണ്. എഴുത്തുകളരിയും ഒരു ചെറിയ അമ്പലത്തിൻ്റെ മാതൃകയും ഒരു ശില്പമന്ദിരവുമുണ്ട്. ഗവേഷണ കേന്ദ്രവും ഉണ്ട്. മലയാളികളെല്ലാം ഈ തുഞ്ചൻ സ്മാരകത്തിൽ പോകണം. ഇത് തുഞ്ചൻ എഴുത്തച്ഛൻ കുളിച്ചിരുന്ന കുളത്തടവാണ്. അദ്ദേഹം ഓടി നടന്നിട്ടുള്ള പറമ്പാണല്ലോ ഇത്. ഇവിടെ കേരള സർക്കാർ അദ്ദേഹത്തിന് വേണ്ട ആദരവ് കൊടുത്തിട്ടുണ്ട്. ആദരവ് കാണാൻ മലയാളികളായ നമ്മൾ പോകണം. മലയാളികൾക്ക് മലയാള ഭാഷ ഇല്ലാതെ പറ്റില്ലല്ലോ. മുണ്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റാം, പാൻ്റാക്കാം. പക്ഷെ മലയാള ഭാഷ മലയാളികൾ ഒരിക്കലും മറക്കരുത്. അതിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ജനിച്ച സ്ഥലത്ത് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ചിറ്റൂരിൽ അദ്ദേഹം ജീവിച്ച സ്ഥലം, അവിടെ എനിക്ക് പോകണമെന്നുണ്ട്. അത് ഞാൻ അന്വേഷിച്ച് പോരും. അവിടെ കണ്ടെത്തുകയാണെങ്കിൽ അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ അത് നിങ്ങളെ കാണിക്കും. ഇവിടെ ഒരു മ്യൂസിയമുണ്ട്. ആ മ്യൂസിയത്തിൽ കയറാൻ 30 രൂപ കൊടുക്കണം. 30 രൂപ കൊടുക്കുന്നത് ഒരു നഷ്ടവുമല്ല. നമ്മുടെ മലയാള സാഹിത്യത്തിലെ എല്ലാ സാഹിത്യകാരന്മാരുടെ ഫോട്ടോ, അവരുടെ ചെറു വിവരണം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനു പുറമെ നമ്മുടെ സംസ്കാര നായകന്മാരുടെ ഫോട്ടോകളുണ്ട്. നമ്മുടെ ഭരണാധികാരികളെയും ഇവിടെ കാണിച്ചിട്ടുണ്ട്. പഴമ നമുക്കിവിടെ നിന്ന് കാണാം. നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട അവരെയും നമുക്ക് പരിചയപ്പെടാം. അതിന് ഇവിടെ തന്നെ പോകണം. ഞാനിവിടെ നിന്ന് ഒരു പുസ്തകം മേടിച്ചു. മലയാള ഭാഷ അക്ഷരമാല. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എൻ്റെ മോള് ബ്രിട്ടനിലാണ്. അവളുടെ കുട്ടിയെ മലയാളം പഠിപ്പിക്കുമ്പോൾ ആവും. എന്തായാലും അവർക്ക് കുട്ടിയില്ല കേട്ടോ. കുട്ടി ഉണ്ടാവുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. എന്തായാലും ആ കുട്ടിക്ക് കൊടുക്കാൻ ഞാനൊരു അക്ഷരമാല മേടിച്ചിട്ടുണ്ട്. മലയാളം അക്ഷരമാല. ആ അക്ഷരമാല തുറക്കുമ്പോൾ നമുക്ക് ടി ഭാസ്കരനായരുടെ ഒരു ഫോട്ടോ കാണാം. അദ്ദേഹത്തിൻ്റെ ഭാഷാപ്രതിജ്ഞയും അതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഭാഷാപ്രതിജ്ഞ ഞാനൊന്ന് വായിക്കാം. മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്. എൻ്റെ ആകാശമാണ്. ഞാൻ കാണുന്ന നക്ഷത്രമാണ്. എന്നെ തഴുകുന്ന കാറ്റാണ്. എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന
കുളിർ വെള്ളമാണ്. എൻ്റെ അമ്മയോടെ തലോടലും ശാസനയുമാണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. അതെ, നമ്മുടെ ഭാഷ നമ്മൾ തന്നെയായിരിക്കണം. എല്ലാ ക്ലാസ്സുകളിലും, പ്രത്യേകിച്ച് മലയാള ക്ലാസ്സുകളിൽ ഈ പ്രതിജ്ഞ എല്ലാ ദിവസവും ചൊല്ലിയിട്ടായിരിക്കണം മലയാളം ക്ലാസ് തുടങ്ങേണ്ടത്. അത് നമ്മുടെ മലയാള ഭാഷയോടുള്ള ഒരു ആദരവാണ്. ആ ആദരവ് നമ്മുടെ സ്കൂളിൽ തുടരാൻ വിദ്യാഭ്യാസ മന്ത്രി ഓർഡർ ഇടണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബിൽ ചാനൽ കാണണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും. നിങ്ങളുടെ സഹകരണം എൻ്റെ കൂടെ എന്നും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയും അടുത്ത വീഡിയോയിലും നിങ്ങളെ കാണാമെന്നുള്ള പ്രതീക്ഷയും ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു. എൻ്റെ ചാനലിൻ്റെ പേര് ശല്യമ്മ. ഒരിക്കലും മറക്കരുതേ, എൻ്റെ ചാനലിൻ്റെ പേര് ശല്യമ്മ. തുഞ്ചൻ പറമ്പ് കാണാൻ പോരാതിരിക്കരുതേ, അത്രയും ആകർഷണമാണ്. നമ്മൾ വളരെ ആദരവോടു കൂടി അവിടെ പോരാവും. നമ്മുടെ ഭാഷപിതാവാണ് അവിടെ ജനിച്ച സ്ഥലം. അതൊരിക്കലും മറക്കരുതേ മലയാളികൾ.